വെൽക്കം ബാക്ക് ടു ഷാർലറ്റ് മറിയ ഒഫീഷ്യൽ. അപ്പം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള അട ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേനും ഞാൻ വിചാരിച്ചത് ചെറിയൊരു വ്ളോഗ് കണ്ടന്റ് ആക്കാന്ന്. അപ്പം അട ഉണ്ടാക്കാൻ പോകുന്നത് ഞാനല്ല, അട ഉണ്ടാക്കാൻ പോകുന്ന ഡാഡിയാണ്. ഞാൻ അസിസ്റ്റന്റ് ഷെഫാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കുറെ നാളെ നമ്മൾ ലെങ്തി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഫുഡ് വീഡിയോ ഇട്ടിട്ടും കുറെ നാളായി. ഫുഡ് വീഡിയോ നമ്മൾ ഇടാറില്ല യൂട്യൂബ് ചാനലിൽ. ആദ്യമായിട്ട് ഇട്ടത് അന്ന് KCയുടെ തലേ ദിവസത്തെ ഫുഡിന്റെ പരിപാടിയായിരുന്നു. അതല്ലാതെ നമ്മൾ ഫുഡ് ബ്ലോഗ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നോട്ട് നമുക്ക് ജൂലൈ 18 തൊട്ട് ഞങ്ങൾക്ക് വെക്കേഷൻ ആണ്. അപ്പൊ പിന്നെ കുറച്ച് വ്ളോഗും പരിപാടിയും കുക്കിങ്ങും ഒക്കെ വരും. നമ്മുടെ ഹോം ടൂർ ഈ അടുത്തുണ്ടാവും. അപ്പോൾ അതും ഈ ജൂലൈ 18 ആ ഒരു സമയത്തൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ അതും ഇറക്കും. അപ്പൊ ഇന്നിപ്പോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് അടുക്കള കാണിച്ചുതരാം. ഗൈസ്, ഇനി മറ്റേ ഇതൊന്നല്ല, പ്രൊമോഷൻ ഒന്നല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സിറ്റി സ്റ്റോറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കിച്ചൺ ട്രഷേഴ്സിന്റെ മലബാർ പത്തിരിപ്പൊടി ഇച്ചിരി ഉപ്പിട്ടിട്ട് നമ്മള് പോണീന്ന് ഞങ്ങൾ പറയുന്നത് ഒരു പാത്രം, വലിയൊരു കുഴിയുള്ള പാത്രത്തില് നമ്മളിതിങ്ങനെ ഇട്ടിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് എന്തോ ചെയ്യും. അതെന്തുവാന്നിപ്പോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തെ കുക്ക് ഡാഡിയാണ് ഷെഫ്. അപ്പൊ ഈ അരിപ്പൊടിയിലേക്ക്, അതായത് പത്തിരിപ്പൊടിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ഇനി അത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മള് ബിസ്കറ്റ് എടുത്തുവിടായിരുന്നു. അപ്പൊ ബിസ്കറ്റ് വേണ്ടേ? ഓക്കെ, ഇപ്പൊ നിങ്ങളിവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ ഇപ്പോ ഇന്നലെയൊക്കെ 30 ഡിഗ്രി വന്നായിരുന്നു. നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇതൊന്നും ഇല്ലെന്നറിയാം. പക്ഷെ ഇവിടെ 30 ഡിഗ്രി ഇപ്പൊ പറയുമ്പോൾ നല്ല ചൂടാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ ഫാനും പരിപാടിയൊക്കെ കൂടെയാണ്. എന്തോ ഭാഗ്യത്തിന് വീട് മേടിച്ച സമയത്ത് രണ്ട് റൂമില് ഫാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ മാത്രമേ ഫാൻ ഇല്ലാത്തുള്ളൂ. അപ്പൊ ജനൽ തുറന്നിടുമ്പോഴത്തേനും അത് സെറ്റാണ്. അല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് 2-3 ദിവസം കൊണ്ട് നമ്മൾ സെറ്റാക്കും. അയ്യോ, ഡാഡി ഒന്ന് മിക്സ് ചെയ്യട്ടപ്പോഴത്തേനും ഞാൻ വേറെ സംഭവം കാണിച്ചത്. വെയിലത്തോടെ ഇറങ്ങി ഈ സമയത്ത് ഞാൻ നടന്നിട്ട് കാണിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേർക്കെങ്കിലും കണ്ടിട്ടുണ്ടാവും, സ്ട്രോബെറി ഉണ്ടായത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു ഗാർഡൻ പരിപാടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗാർഡൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം. ഇത് ഇവരായിട്ട് ചെയ്ത സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇതിനുള്ള ടൊമാറ്റോസ് വന്നിട്ടുണ്ട്. ഇത് ടൊമാറ്റോ ആണെങ്കിൽ ഇത് ആപ്പിൾ ട്രീ ആണ്. പക്ഷെ ആപ്പിൾ ട്രീയിലൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഉണ്ട്, ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഹിയർ വി ക്യാൻ സീ സം സ്ട്രോബെറീസ്. അപ്പോൾ ഈ സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതാണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞിത് കാണാം. ഉണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ചായിരുന്നു. അതേപോലെ ഇതിൻ്റെ പിന്നിലും ഒരു സ്ട്രോബെറിയുടെ തൈയുണ്ട്. ഇത് ബീൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ബീൻസ് കാണാൻ പറ്റും. ഇതും പിന്നെ ഇതാണ്ട് നമ്മളൊരു ആപ്പിൾ ട്രീ, 2 ആപ്പിൾ ട്രീ ഉണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇതാണ്ട് ഈ ഒരു ആപ്പിൾ ട്രീയിൽ ആപ്പിളുണ്ട് അത്യാവശ്യം, കുഞ്ഞിതാണെങ്കിലും. ആൻഡ് വി ഹാവ് സം ഗൂസ്ബെറി. ഒരു ഗൂസ്ബെറിയുടെ ട്രീ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, കുഞ്ഞിതാണ്. ഇത് ട്രീ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ പ്ലാന്റ് നൗ. പിന്നെ കുറച്ച് മുളക്, അങ്ങനെ ഇച്ചിരി സാധനങ്ങൾ. ഇത് മുഴുവൻ ഡാഡിയുടെ ഒരു കലാവിരുതാണ് ഗൈസ്. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് നൈറ്റ് ഞാനൊരു ദിവസം കാണിച്ചു തരാം. നൈറ്റിൽ ഇത് സോളാർ ലൈറ്റാണ്, പക്ഷെ ഇതൊന്നും കാണാൻ നല്ല ഭംഗി. അത് അപ്പോഴത്തേനും കുഴച്ച് ഇങ്ങനെ ഒരു പരുവത്തിലാക്കി വെക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇനി തേങ്ങ ഇടും. ഇനി വേണ്ടത് ശർക്കര. ഈ ശർക്കര നമ്മൾ എന്തിനോ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇഞ്ചമ്പുളിക്ക് നമ്മൾ ശർക്കര ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശർക്കരയുടെ പാക്കിങ് മറ്റേ ഇതൊന്നുമില്ല, ഓപ്പണിംഗ് ഒന്നുമില്ല. നമ്മൾ ഇവർക്ക് കിട്ടിയത് ഡബിൾ ഹോഴ്സിന്റെ ആണ്. നമ്മളെല്ലാത്തിലും ഒരു വെറൈറ്റി വേണമല്ലോ ചെയ്യാൻ. ഇവിടെ പിന്നെ വാഴയില കിട്ടാനുള്ള സ്കോപ്പ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അലുമിനിയം ഫോയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ അലുമിനിയം ഫോയിൽ, ഞാൻ ശരിക്കും അസിസ്റ്റന്റ് കുക്ക് എന്ന് പറയുന്നത് ശരിക്കും പൊട്ടിപ്പൊളിഞ്ഞു. കാരണം ഞാനല്ല ഇപ്പൊ അപ്പാപ്പനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേങ്ങയിലേക്കാണ് നമ്മൾ ജാഗ്രി ഇടുന്നത്, അഥവാ ശർക്കര. ഇതിട്ടിട്ട് എന്ത് ചെയ്യും? കുഴയ്ക്കോ? മിക്സി. എനിക്ക് പഞ്ചസാര ഇഷ്ടമാണ്, നിനക്ക് പഞ്ചസാര ഇഷ്ടമല്ല. അങ്ങനെയാണ് സംഭവം. ജീരകം ഞാൻ തപ്പണല്ലോ ഭർത്താവ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ മുന്തിരിയും കൽക്കണ്ടോ. ഞാൻ ഇതിന്റെ കഥ പറഞ്ഞുതരാം. ഈ മുന്തിരിയും കൽക്കണ്ടോ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് മേടിച്ചതാ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ആരും കഴിക്കാത്തതുകൊണ്ട് അതിങ്ങനെ ഒരു കവറിൽ ഞങ്ങളിങ്ങനെ മറ്റേ മെമ്മറി പോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്.
കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകത്തിന്റെ ഇംഗ്ലീഷ് എന്തുവാ? ജീര. അതെങ്കിൽ അത് ഓക്കെ. കുഴച്ച് വെച്ച സാധനമാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. ഈ തേങ്ങാലാണ് ഇനി മുഴുവൻ പരിപാടി. അതായത് ഡാഡി അവിടെ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അലുമിനിയം ഫോയിൽ കട്ട് ചെയ്യാം. എനിക്ക് അറിയാത്ത പരിപാടിയാണ്. ഇത്രയും മതിയാവില്ലേ? നോക്കൂ. അപ്പൊ മടക്കി കറക്റ്റ് ലെങ്ത്തിനെടുത്ത് എന്നാ ഞാൻ പറഞ്ഞു, ഞാനിവിടെ അസിസ്റ്റന്റ് കുക്ക് പേര് മാത്രമേ ഉള്ളൂ. അപ്പാപ്പനെ പണിയെടുക്കുന്നേ. കത്രിക പോരെ? ഞാൻ ഈ ഒരു കാര്യത്തില് മന്ദബുദ്ധിയാ. അതുകൊണ്ട് എല്ലാരും നല്ല കോമഡി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. എന്താ പറയാ, എനിക്കൊരു അവാർഡൊക്കെ കിട്ടി. അവാർഡ് ഞാൻ കാണിച്ചുതരാം. ഈ വീഡിയോ തന്നെ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് സൂപ്പർ കരിക്കുലർ അവാർഡ് കിട്ടി സ്കൂളിലെ ഫ്രം ഇയർ 7 to year 9 എനിക്ക് മാത്രം സ്വന്തമായിട്ട് കിട്ടിയ അവാർഡാണ്. സ്വന്തമായിട്ട് ഞാൻ ഇനി പൊക്കി പറയട്ടെ. അപ്പൊ അതിന് ശരിക്കും എന്നാണ് കിട്ടിയത്? അതിന്റെ വീഡിയോ ഉണ്ട്, പക്ഷെ കുഞ്ഞു വീഡിയോ, അതുകൊണ്ട് പിന്നെ അത് യൂട്യൂബിൽ ഇടുന്നില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ട്രോഫിയുടെ ഫോട്ടോ ഞാൻ ഇടാം. അയ്യോ, അവിടെ ഇവിടെ പരത്തി തുടങ്ങി. അത് കാണിച്ചു തരട്ടെ. ഇവിടെ അലുമിനിയം ഫോയിൽ എത്തിയിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അട ഇങ്ങനെ നമ്മൾ പരത്തും. എനിക്ക് വാഴയിലയിൽ ഹാരിസമാമ ഉണ്ടാക്കുന്ന ഓർമ്മയുണ്ട്. ഞാൻ പരത്തിയിട്ടില്ല, കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ പരത്തും. വാഴയില സിറ്റി സ്റ്റോറിന്നോ അല്ലെങ്കിൽ ചോയ്സിന്നോ മേടിക്കാൻ ഇപ്പൊ പോവാൻ പറ്റാത്തത് കൊണ്ടും ഞങ്ങൾ അലുമിനിയം ഫോയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നാട്ടിൽ ആണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ പോയി വാഴ വെട്ടി നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. അല്ലെങ്കിൽ സ്വന്തം പറമ്പിലുണ്ടെങ്കിൽ സ്വന്തം പറമ്പിൽ നിന്ന് വെട്ടാം. അപ്പൊ നമുക്ക് അപ്പുറത്ത് ആകെ ഞങ്ങളിവിടെ ഒരു വാഴ കണ്ടാണത് എവിടെയാണെന്നറിയോ? ഇവിടെ അടുത്ത് മറ്റേ മോറിസൺ പാർക്കിന്റെ ആ ഒരു വഴിക്ക് പോകുമ്പോഴത്തേനും ഒരാളുടെ വീട്ടിൽ നിറച്ച് വാഴത്തൈ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ വന്നിട്ട് വാഴ ഉണ്ടാകുന്നത്. അല്ലാതെ എനിക്കറിയത്തില്ല. കണ്ടോ, ഇത് മറ്റേ ഇത് കളറൊക്കെ കണ്ടോ, നല്ല രസല്ലേ? ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാ. പക്ഷെ എനിക്ക് ഇതിനുള്ള ഉണക്കമുന്തിരി വലിയ താല്പര്യമില്ല. കൊള്ളാം, വണ്ടർഫുൾ. ഇവിടെ ആടി അതിരുന്ന് പറ്റട്ടെ. ഒരു സൈഡ് കണ്ട് ഇങ്ങനെ തേങ്ങ ഇടണം അല്ലേ? തേങ്ങ ഇടുന്ന മോന്ന് കാണിക്കട്ടെ. തേങ്ങ ഗോപാലനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേനും സ്വന്തമായിട്ട് കാണുമ്പോ ഒരു സന്തോഷം. ഞാൻ മറ്റേ ഇത് ഉണ്ടാക്കിയില്ലേ, ഏത് നൂഡിൽസ് അല്ലല്ലോ, പാസ്ത ഉണ്ടാക്കിയപ്പോഴത്തേനും ഞാൻ ഏത് പൊടി ഇട്ട് കഴിഞ്ഞാലും എന്റെ മുഖത്ത് ഭയങ്കര ഡിഫറെന്റ് ഇതായിരുന്നു, എക്സ്പ്രഷൻ ആയിരുന്നു. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഞാൻ കാണുന്നില്ല. ഇങ്ങനെ മടക്കി വെച്ചു. ഒരെണ്ണം റെഡി. ഞാൻ പാത്രം തരാം. നമ്മളിനി ഇതൊരു പാത്രത്തിൽ വെച്ച് ഇതിങ്ങനെ സ്റ്റീം ചെയ്ത് കഴിക്കും. എനിക്കിത് വൈകുന്നേരത്തേക്ക് മതി, കാരണം ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ട്. ഇനി ഞാൻ പരത്തി നോക്കാം. ഇത് ഈ വീഡിയോ കണ്ടിട്ട് ആരും എന്നെ പോലെ പരത്തരുത്. എല്ലാവരും ഡാഡിയെ പോലെയോ ബാക്കിയുള്ളവരെ പോലെ എങ്ങാനും പരത്തണം. കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളൊരു അട്ടർ ഫെയിലിയർ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇങ്ങനെ എന്തൊക്കെയല്ലേ ഇനിയാണ് ഞാൻ എൻ്റെ തോളാട്ടോ. ഇങ്ങനെ വരിച്ച് വേണമെങ്കിൽ സൂമിൻ ചെയ്തെടുത്തു. വളരെ അതിസാഹസികമായി അട വരത്തുന്നു. ഇത് കുറച്ച് നേരം പിടിക്കും. അപ്പൊ പിന്നെ ഇത് മുഴുവനൊന്നും ഞാൻ യൂട്യൂബിൽ എടുത്തില്ല. ലാസ്റ്റ് ഇങ്ങനെ ആൾക്കാര് തല്ലിക്കൊല്ലി. എനിക്ക് ഇത്രയൊക്കെ പരത്താൻ അറിയുള്ളൂ. അതിന് ഞാൻ ഇതിൻ്റെ തേങ്ങ ഇടുമ്പോ സത്യസന്ധമായിട്ട് പറയട്ടെ, നിങ്ങൾ എന്തോരം തേങ്ങ ഇടണം. ഇങ്ങനെ ഇത് ഞാൻ എടുത്തോളാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു അട ഉണ്ടാക്കിയ കഥ ഇവിടെ നമ്മള് തുടങ്ങുകയാണ്. ഇത്രയും പോരെ? എന്നിട്ട് ഇതിങ്ങനെ മടക്കണം അല്ലേ? ഞാൻ എൻ്റെ അവാർഡ് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എനിക്ക് കിട്ടിയ അവാർഡ്. സൂചിച്ച ട്രോഫി. ഇതിനുള്ള എൻ്റെ പേരുണ്ട് ഗൈസ്, കണ്ടോ? ഷാർലറ്റ് സിബി.
എൻ്റെ ഫുൾ നെയിം ഷാർലറ്റ് മറിയ CP എന്നാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ള ഒരു ഷാർലറ്റ് CP എന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ ഇറ്റ്സ് ഓൾ റൈറ്റ്. എൻ്റെ സ്കൂൾ ബിഷപ്പ് ബോണ്ട് ഇതുണ്ട്. So I'm so happy and proud for this, and it's a super curricular. I'm so happy and I'm so thankful for it. ഇത് എനിക്ക് കിട്ടിയത് കുറച്ച് നാൾ മുമ്പ്, ഒരു 1 week 2 weeks ബിഫോർ കൃത്യം പറയുകയാണെങ്കിൽ. പക്ഷെ എന്താ പറയുക, ഇതിൻ്റെ ഒരു മെമ്മറി സംഭവമൊക്കെ നൈസായിരുന്നു. ഇതിൻ്റെ ചെറിയൊരു ക്ലിപ്പുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ വീടിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്യൂറീസോ അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ടോ എൻ്റെ ഫാമിലിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ലൈക്ക് കമൻറ്റ് ബോക്സ് ഞാൻ ഓൺ ചെയ്തിട്ടേക്കാം, അതിനുള്ള കമൻറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഏത് വീഡിയോയിൽ വേണമെങ്കിലും, ഈവൻ ഷോർട്ട് വീഡിയോസ് ആയാലും റീൽസ് ആയാലും എന്തിൽ വേണമെങ്കിലും നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ അറിയണ്ടേന്ന്. ഐ വിൽ ട്രൈ ടു ഗിവ് ആൻസേഴ്സ്. നമ്മൾ ഡൈനിങ് ടേബിൾ ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു. മുമ്പത്തെ ഡൈനിങ് ടേബിൾ നമ്മൾ മാറ്റി ഇപ്പോൾ പുതിയൊരു ഡൈനിങ് ടേബിൾ ആക്കി. പിന്നെ സൈക്കിളൊക്കെ മേടിച്ചു. സൈക്കിൾ ചവിട്ടാൻ ആദ്യത്തെ 4 ദിവസം വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിലും പിന്നെ അതിന് ശേഷം സൈക്കിൾ ചവിട്ടാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. യെസ്, നമുക്ക് അട വെന്ത് അത് തുറക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ കാണാം. സ്ഥിരം ചെയ്യുമ്പോൾ ഇഡ്ഡലി തട്ടെടുത്ത് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിന് ശേഷം ഇഡ്ഡലി തട്ടിൻ്റെ ഇത് ഇറക്കി വെക്കുക, പാത്രം സ്റ്റീമാവാൻ വെക്കുക, ഈ വെച്ച സാധനം എടുത്ത് ഇതിൻ്റെ ഉള്ളിടുക, അത് കഴിഞ്ഞ് ഇത് അടച്ചു വെക്കുക, ഇത് വേഗം. ഞാൻ അട ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലിയുടെ ഒരു തട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇഡ്ഡലി പാത്രത്തിന്റെ. മറ്റേ തട്ട് ഞാൻ കാണിച്ചു തരാം. അതെ, വൈകിട്ടത്തേക്കുള്ള ചോറിന്റെ കലാപരിപാടിയും കൂടെ ഡാഡി നോക്കണം. മമ്മിക്ക് നൈറ്റാണ്. എനിക്ക് സാധനം കാണുമ്പോഴേ മറ്റേ കളരിക്ക് നമ്മൾ മറ്റേ വാളിന്റെ കൂടെ വെക്കില്ലേ, ഞാൻ ഈ അടുത്ത് വീഡിയോ കണ്ടായിരുന്നു. ആരൊക്കെ കണ്ടോ കളരി പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനിങ്ങനെ ഒരു സാധനം പിടിച്ച് നിൽക്കും. അപ്പൊ പെട്ടെന്ന് അത് ഓർമ്മ വന്നു. താങ്ക്സ്, കൊള്ളാം. വേറെ സംഭവം കുക്കർ പിടിച്ച് നിൽക്കുന്ന ഡാഡിയാണ് ഗൈസ് നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ നല്ല പരിപാടിയാണ്. ഡാഡി അരി കഴുകാൻ പോവാണ്. അങ്ങനെ കളക്ഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും പിന്നെ വേറൊന്നും ഉണ്ടായിരുന്നല്ലോ. ഇത് രണ്ടും ഞങ്ങള് എന്താ പറയാ സീ ലൈഫിൽ പോയതിന്റെ. ഇത് ഞങ്ങൾ സ്കോട്ട്ലൻഡ് പോയത്. ഇതും സ്കോട്ട്ലൻഡിന്റെ. ഇതും ലോങ് ലീറ്റ്. അയ്യോ, ഇതും സ്കോട്ട്ലൻഡാ. ഇത് ഡാഡി ഇവിടെ നിന്നും ഇതാക്കിയത്. ഈ സാധനം ആമസോൺ. ഡാഡി ആമസോണിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതവര് തന്നെ ഞാനുണ്ട് ഞാന് റിലേറ്റ് മാത്രല്ലേ ഇതിനുള്ള. ഞാന് ജോന, അൻവി, ജോവലിൻ. എന്താ ലോങ് ലീറ്റ്സ് എനിക്കിത് ഇഷ്ടം. അപ്പോഴത്തേനും കഴിച്ച് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം എന്താ പറയാ, നമുക്ക് അടയാന്ന് നോക്കാം. സംഭവം കാണിച്ചുതരാം. ഇവരുടെ KCയുടെ മീറ്റിംഗ് ഇപ്പോൾ ഡിജിറ്റൽ മീറ്റിംഗ് തുടങ്ങി കഴിച്ച് സംഭവം കാണിച്ചുതരാം. കമ്മിറ്റി മീറ്റിംഗ് തിരിക്കൂ. എല്ലാവരും ഒന്ന് കാണട്ടെ. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എടുക്കുവാണ്. ഇതിപ്പോ ആവാറായിട്ടുണ്ട്. ആവാറായെന്നല്ല, കുറച്ചു നേരമായിട്ട്. അപ്പൊ നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇനി ഇതെടുക്കാം. നമ്മൾ തുറന്നു. ഇനി ഇത് നമുക്കിതിന്റെ സൈഡായിട്ട് വെക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതിന് കൂടെ ആദ്യം 2 കോഴിക്കോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതിപ്പോൾ നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ സംഭവം. ഇനി നമ്മളിത് നൈസായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാൻ പോവാണ്. എൻ്റെ കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സാധനം എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. കണ്ട ചൂടുണ്ട്. നമുക്കിനൊരു കോഴിക്കോട്ടയും വെക്കാം. അപ്പൊ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത്രയാണ് നമ്മുടെ വീഡിയോ. അതാണ്ട് നമ്മൾ കണ്ടുപോലെ നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇനി ഇത് കഴിക്കുന്നതിന്റെ വീഡിയോ പ്രത്യേകിച്ചൊന്നും ഇല്ല. കാരണം ഇതൊരു നോർമൽ കോഴിക്കോട്ടയാണ്. അതിനുള്ള പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും ചേർന്നിട്ടില്ല, എക്സെപ്റ്റ് മുന്തിരിയും കൽക്കണ്ടും. അപ്പൊ അത്രേ ഉള്ളൂ. ഞാനപ്പോ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഹോം ടൂറിന്റെ വീഡിയോ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ഫ്രം ഷാർലറ്റ് മറിയ ഒഫീഷ്യൽ.